ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ചിരപരിചിതമായ ബൈബിളിലെ ഒരു ഫ്രേസാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ഞാൻ ആധാരമാക്കുന്നത്. വചനം ജഡമായി തീർന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം, യോഹന്നാൻ 1:14, ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. ഇങ്ങനെ നമുക്ക് സംക്ഷേപിക്കാം. ദൈവമായിരുന്ന വചനം ഒരു ഭാഷയായി, മനുഷ്യൻ്റെ ഭാഷയായി അവതരിച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണ് ബൈബിൾ, വിശുദ്ധ ഗ്രന്ഥം. ദൈവമായിരുന്ന വചനം ഒരു മനുഷ്യനായി അവതരിച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണ് യേശുക്രിസ്തു എന്ന വരദാനം. ദൈവമായിരുന്ന വചനം ജഡമായി നമ്മുടെ ഇടയിലേക്ക് വന്നു. ഇതാണ് ക്രിസ്മസ് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു പ്രാചീന മിസ്റ്റിക് പ്രാർത്ഥന ഇങ്ങനെയുണ്ട്: ദൈവമേ, എനിക്ക് സൂര്യനെപ്പോലെ നോക്കാൻ പറ്റുന്നില്ല, പിന്നെ 1000 സൂര്യനേക്കാൾ പ്രഭയുള്ള അങ്ങയെ ഞാൻ എങ്ങനെയാണ് കാണുക, അറിയുക? ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. അതിങ്ങനെയാണ്: ദൈവം, 1000 സൂര്യനേക്കാൾ പ്രഭയുള്ള ദൈവം ഒരു ശിശുവായി, ഒരു മനുഷ്യനായി, യേശുവായി ലോകത്തിൽ വന്നു. ഹല്ലേലൂയ! ഇതാണ് വേദപുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ വചനം കേവലം മനുഷ്യഭാഷയല്ല, മറിച്ച് ഈ വചനം ഒരു സംസ്കാരമാണ്, ഒരു ദൈവത്തിൻ്റെ വിചാരധാരയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വിചാരധാരയുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സംസ്കാരവും മനുഷ്യൻ്റെ സംസ്കാരവും ഒരു വ്യക്തിയിൽ കൂട്ടിമുട്ടി. ആ വ്യക്തിയുടെ പേരാണ് യേശുക്രിസ്തു, ലോകത്തിൻ്റെ സുവിശേഷം. വചനം ജഡമായി തീർന്നു. വേദപുസ്തകം ഇങ്ങനെ പറയുമ്പോൾ ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് 2 കുഞ്ഞ് ധ്യാന വിചാരങ്ങൾ നിങ്ങളുമായി വേഗത്തിൽ പങ്കിടാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട, നാം എല്ലാവരും പുലർത്തേണ്ട ഒരു ഡിവൈൻ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു ദൈവിക ബോധത്തെക്കുറിച്ച്. ഞാൻ ഉച്ചരിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ വാക്കും എൻ്റെ ബോധത്തിൽ നിറയുന്നതൊക്കെ ദൈവത്തിൻ്റെ വിചാരവുമാകുന്നൊരവസ്ഥയാണ് വചനം ജഡമായി തീരുക എന്നുള്ളത്. ബൈബിളിൽ വചനം, ലോഗോസ് എന്ന ഗ്രീക്ക് വാക്കിന് ദൈവത്തിൻ്റെ മനസ്സ് എന്നർത്ഥമുണ്ട്. ദൈവത്തിൻ്റെ വിചാരധാര. ദൈവത്തിൻ്റെ മനസ്സുള്ളവനാണ് ക്രിസ്തു. നാമും ദൈവത്തിൻ്റെ മനസ്സുള്ളവരാവുക. അങ്ങനൊരാഹ്വാനം യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ 1:12, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, 2 പദങ്ങൾ. ഒന്ന്, അവനെ കൈക്കൊണ്ട്, റിസീവ് ജീസസ്, റിസീവ് ക്രൈസ്റ്റ്, അവനെ കൈക്കൊള്ളണം. 2, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം, ബിലീവ് ഇൻ ഹിം. ഇത് രണ്ടുമുള്ളവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഇങ്ങനെയാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു വചനം ജഡമായി തീർന്ന ദൈവത്തിൻ്റെ മകനായതുപോലെ അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ ആകുവാനുള്ള കൃപ അവനിൽ വിശ്വസിക്കുന്നവർക്കും നൽകി എന്നുള്ളതാണ്. ചോദ്യം ഇതാണ്: ക്രിസ്തുവിനെ ഭരിച്ച ഡിവൈൻ കോൺഷ്യസ്നസ് എന്താണ്? അത് ക്രിസ്തുവിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ക്രിസ്തുവിൻ്റെ 3 പ്രായങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഒന്ന്, ക്രിസ്തുവിൻ്റെ ശൈശവ ബാല്യകാലം. ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ ഭരിച്ച ഡിവൈൻ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ബൈബിൾ ഇങ്ങനെ ഒറ്റ സെൻറ്റൻസിൽ പറയുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 52-ാമത്തെ വാക്യം: യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ഒറ്റ വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുന്നു. ശൈശവ ബാല്യകാലം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു. പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ടു. ഇങ്ങനെയാണ്
ക്രിസ്തുവിൻ്റെ ശൈശവ ബാല്യകാലത്തെക്കുറിച്ച് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ശൈശവ ബാല്യകാലങ്ങളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ പതിക്കേണ്ട, നിറയേണ്ട ഡിവൈൻ കോൺഷ്യസ്നസ്, ദൈവബോധത്തെക്കുറിച്ചാണ് ആ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വീടുകളിൽ നല്ല അഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണം. അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അഭ്യാസം എന്നത് ആവർത്തിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ്. ആവർത്തിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതിനെയാണ് അഭ്യാസം എന്ന് പറയുന്നത്. എന്താവർത്തിക്കുന്നോ അത് കുഞ്ഞിൻ്റെ മനസ്സിൽ പതിയും, അത് അവർ ഏറ്റെടുക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ എന്ത് മൂല്യമാണോ വേണ്ടത് അത് വീടുകളിൽ ആവർത്തിക്കപ്പെടട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ബാല്യ ശൈശവ കാലങ്ങളിൽ എങ്ങനെ ജ്ഞാനം കൊണ്ട് നിറയണം, ദൈവിക പരിജ്ഞാനം കൊണ്ട് നിറയണം, അവർ പരിശുദ്ധാത്മാവിൽ ബലപ്പെടണം, അവർ ദൈവത്തിൻ്റെ മക്കളായി മാറണം. ഇതാണ് വചനം ജഡമായി തീരുക എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ അവരെങ്ങനെയെങ്കിലും വളരട്ടെ, നമുക്കുള്ള സമൃദ്ധിയൊക്കെ അവർക്ക് കൊടുക്കട്ടെ, അവർ ബോധിച്ചവണ്ണം ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ നടക്കില്ല. മനഃപൂർവമായി നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവിക പാതയിൽ നടക്കാൻ, ചരിക്കാൻ അഭ്യസിക്കപ്പെടണം. അതിന് എത്ര പാരൻസാണ് സമയം കണ്ടെത്തുന്നത്? എത്ര പാരൻസാണ് അതിന് കമ്മിറ്റഡ് ആയിട്ടുള്ളത്? നമ്മുടെ കുഞ്ഞുങ്ങളെ മനഃപൂർവ്വമായി ബാല്യ ശൈശവ കാലങ്ങളിൽ അവരെ ദൈവിക അവബോധത്തിൽ വളർത്തണം എന്നുള്ളത്. 2, യേശുക്രിസ്തുവിൻ്റെ കൗമാര യൗവന കാലഘട്ടം. അത് 12ാമത്തെ വയസ്സെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അത് കൗമാരത്തിൻ്റെ ആദ്യമാണ്. ഈ കൗമാരത്തിൻ്റെ തുടക്കത്തിൽ യേശുക്രിസ്തു പുലർത്തിയ ഡിവൈൻ കോൺഷ്യസ്നസ് എന്താണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടവനല്ലേ. ഐ മസ്റ്റ് ബി ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ്. ഞാൻ പിതാവ്, എൻ്റെ അപ്പൻ പറയുന്നത് ചെയ്യേണ്ടവനും കേൾക്കേണ്ടവനുമല്ലേ. ഈ ഭൂമിയിൽ മാതാപിതാക്കളുണ്ട്, അവർക്ക് ക്രിസ്തു പൂർണ്ണമായി കീഴ്പ്പെട്ടിരുന്നു. ബൈബിൾ അങ്ങനെ പറയുന്നുണ്ട്, കീഴ്പ്പെട്ടിരുന്നു. മാതാപിതാക്കളെ മറുതലിച്ച് ജീവിച്ച ഒരു കൗമാരപ്രായക്കാരനല്ല യേശുക്രിസ്തു. യേശുക്രിസ്തു മാതാപിതാക്കൾക്ക് പൂർണ്ണമായി വിധേയപ്പെട്ടിരുന്നു. എന്നാൽ അപ്പോഴും എനിക്ക് സ്വർഗത്തിലൊരപ്പനുണ്ട് എന്ന ബോധ്യം നന്നേ കൗമാരത്തിൽ ക്രിസ്തുവിനെ ഭരിച്ചിരുന്നു. ഇതാണ് ക്രിസ്തുവിൻ്റെ കോൺഷ്യസ്നസ്, ഡിവൈൻ കോൺഷ്യസ്നസ്. ക്രിസ്തുവിനെ ഭരിച്ചിരുന്നു, നന്നേ ചെറുപ്പത്തിൽ അത് ഭരിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു ദൈവഭയവും ദൈവാഭിമുഖ്യവും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടോ? നമ്മുടെ യുവതയ്ക്കുണ്ടോ? നമ്മുടെ കൗമാരപ്രായക്കാർക്കുണ്ടോ? നന്നേ കൗമാരത്തിൽ അവർക്ക് ആ തോന്നലുണ്ടാകണം. എൻ്റെ പപ്പ, എൻ്റെ അമ്മ, ഞാൻ അവർക്ക് കീഴ്പ്പെടണം. അതോടൊപ്പം എനിക്ക് സ്വർഗത്തിലൊരപ്പനുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ ഭയപ്പെടണം എന്ന ബോധ്യം. നമ്പർ 3, യേശുക്രിസ്തുവിൻ്റെ യൗവനം. നമ്മൾ പിന്നീട് ബൈബിളിൽ നമുക്ക് കിട്ടുന്ന രേഖ അനുസരിച്ചുള്ളത് 30ാമത്തെ വയസ്സ്. ഇതിനിടയിലുള്ള ക്രിസ്തുവിൻ്റെ കാര്യങ്ങളെ വിവരിക്കുന്ന, വർണ്ണിക്കുന്ന അപ്പോക്രിഫ ഗ്രന്ഥങ്ങളുണ്ട്. അത് ആധികാരികമല്ല. അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകങ്ങളിലെ കഥകൾ പറയാത്തത്. നമുക്ക് ബൈബിളിലേക്ക് വരാം. പിന്നീട് നമ്മൾ കാണുന്നത് 30ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിനെയാണ്. യൗവനം മുറ്റി നിൽക്കുന്ന ഒരു സമയം. അപ്പോഴെന്താണ് ക്രിസ്തു ചെയ്തത്? അവിടുന്ന് ഒറ്റയ്ക്ക് ധ്യാനിക്കാനും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനും വിജന സ്ഥലങ്ങൾ തേടിപ്പോയി. പ്രത്യേകിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് മരുഭൂമിയിലേക്ക് പോവുകയും ആത്മശക്തിയോടെ, വർദ്ധിത വീര്യത്തോടെ മടങ്ങി വരികയും ചെയ്യുന്ന ഒരു ക്രിസ്തുവിനെയാണ്. അപ്പോൾ നമ്മുടെ യുവാക്കൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അവർ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനും ഒറ്റയ്ക്ക് ധ്യാനിക്കാനും തുടങ്ങണം. യുവാവാകുമ്പോൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനും, ഒറ്റയ്ക്ക്, മാതാപിതാക്കളുടെ നിർബന്ധം കൂടാതെ, പപ്പയും അമ്മയും നിർബന്ധിക്കാതെ പള്ളിയിൽ വരണം, പപ്പയും അമ്മയും നിർബന്ധിക്കാതെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല യുവാക്കൾ. പപ്പയും അമ്മയും നിർബന്ധിക്കാതെ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം 10 മിനിറ്റെങ്കിലും ദിവസം. യേശുക്രിസ്തു ആകുന്ന യുവാവിൽ ഡിവൈൻ കോൺഷ്യസ്നസ്, ദൈവിക അവബോധം നിറഞ്ഞത് അവിടുന്ന് യുവാവായപ്പോൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനും ഒറ്റയ്ക്ക് ധ്യാനിക്കാനും തുടങ്ങി. പിന്നെ ആ ജീവിതത്തിൽ പരിശുദ്ധാത്മ പൂർണ്ണതയില്ലാതിരിക്കുന്നത് എങ്ങനെ? ദൈവത്തിൻ്റെ ഇഷ്ടം അവിടുത്തെ ജീവിതത്തിൽ പൂർണ്ണമായി നിറവേറ്റപ്പെട്ടു എന്നുള്ളതാണ്. വചനം ജഡമായി തീരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ
ഡിവൈൻ കോൺഷ്യസ്നസ്, ദൈവത്തിൻ്റെ അവബോധം കൊണ്ട് നിറയുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അവബോധം കൊണ്ട് നിറയുക. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിത പഥങ്ങളിൽ ദൈവ ഇഷ്ടം തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഈ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുന്നത് എങ്ങനെ? കർത്താവേ, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിൻ്റെ ഇഷ്ടം എന്താണ്? ഈ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെ? ബ്രണ്ണർ എന്ന് പറയുന്ന ഒരു വേദശാസ്ത്ര പണ്ഡിതനുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസ് ഇങ്ങനെയാണ്: ത്രൂ ഗോഡ് അലോൺ ക്യാൻ ഗോഡ് ബി നോൺ. ത്രൂ ഗോഡ് അലോൺ ക്യാൻ ഗോഡ് ബി നോൺ. ദൈവത്തിലൂടെ മാത്രമേ ദൈവത്തെ മനസ്സിലാക്കാനാവൂ. ദൈവത്തിലൂടെ മാത്രമേ ദൈവത്തെ മനസ്സിലാക്കാനാവൂ. നിങ്ങൾക്ക് പിടികിട്ടിയോ എന്തോ? എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റാഷണാലിറ്റി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. അറിയാൻ പറ്റില്ലെന്നല്ല, വചനം പഠിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ല, ഓക്കെ. പക്ഷേ ദൈവത്തിലൂടെ അല്ലാതെ, ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാതെ, ദൈവം നിങ്ങളുടെ മക്കളെ ആകർഷിക്കാതെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കീഴ്പ്പെടുത്താതെ നിങ്ങൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭക്തനായ സാധു സുന്ദർ സിംഗ്, അദ്ദേഹത്തിനൊരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹത്തിനൊരു പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവത്തോട് ദൈവത്തെ തന്നെ ചോദിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവത്തോട് ദൈവത്തെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, മറ്റൊന്നുമല്ല. ഓക്കെ, ദൈവമേ, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ വേണം. ദൈവത്തോട് ദൈവത്തെ തന്നെ ചോദിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവത്തിലൂടെ അല്ലാതെ, ദൈവം തന്നെ സഹായിക്കാതെ, ദൈവം തന്നെ വെളിപ്പെടുത്തി തരാതെ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ സത്യം, അതാണ് എൻ്റെ മിസ്റ്ററി, അതാണ് അതിൻ്റെ മർമ്മം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനം എന്ന് പറഞ്ഞൊരു വെളിപ്പെടുത്തലാണ്. റിവീൽഡ് റിയാലിറ്റി, റിവീൽഡ് റിയാലിറ്റി, യാഥാർത്ഥ്യം വെളിപ്പെടുത്തപ്പെട്ടത്, അതാണ് വചനം. വചനം ജഡമാവുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്ക് ബോധ്യപ്പെടുക എന്നാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്ക് ബോധ്യപ്പെടുക. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, അതെനിക്ക് ബോധ്യപ്പെടുക. നമ്പർ 2, വചനം ജഡമായി തീർന്നു. ഈ പ്രസ്താവനയുടെ രണ്ടാമത്തെ അർത്ഥം: 1, ഡിവൈൻ കോൺഷ്യസ്നസ്; 2, ഡിവൈൻ എംബോഡിമെൻറ്റ്, ഒരു ദൈവികമായ മൂർത്തീകരണം. അത് കേൾക്കുമ്പോൾ ഒരു ഫിലോസഫിക് ടൈമായിട്ട് തോന്നും, പക്ഷേ സംഗതി സിമ്പിളാണ്. ഒരു കൊച്ചുദാഹരണം പറയാം. വെള്ളം, ജലം, രൂപമില്ലായ്മയാണ് ജലത്തിൻ്റെ സവിശേഷതകളിലൊന്ന്. രൂപമില്ല ജലത്തിന്. അതുകൊണ്ട് അത് ഏത് രൂപത്തിലേക്കും അതിനെ മാറ്റാൻ പറ്റും, ഏത് രൂപത്തിലേക്കും. ജലത്തിൻ്റെ രൂപം അതിൻ്റെ കണ്ടെയ്നറിൻ്റെ രൂപമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. വെള്ളത്തിന് രൂപമില്ല, അത് ഏത് കണ്ടെയ്നറിലാണ് നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്, അതിൻ്റെ രൂപമാണ് അതിനുള്ളത്. വചനം രൂപമില്ലാത്തതാണ്. ആത്മാവ്, പരിശുദ്ധാത്മാവ് രൂപമില്ലാത്തതാണ്. അതിന് ഏത് രൂപത്തിലേക്കും മാറാൻ കഴിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. ജലത്തെ പോലെ ഏത് രൂപത്തിലേക്ക് മാറാൻ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പലപ്പോഴും പരിശുദ്ധാത്മാവിന് പ്രതിരൂപമായിട്ട് ഉപയോഗിച്ചത് വെള്ളമാണ്, ജലം. എന്നിൽ നിന്ന് ജീവജലത്തിൻ്റെ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും. അത് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, അത് യേശുവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന്. ആത്മാവിന് രൂപമില്ല, വചനത്തിന് രൂപമില്ല. അതിന് രൂപം ധരിക്കാൻ പറ്റും, ഏത് രൂപത്തിലേക്കും അതിന് മാറാൻ കഴിയും. എന്ന് പറഞ്ഞാൽ വചനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, അതിന് ഏതു ശരീരത്തിലും വസിക്കാൻ പറ്റും, അതിന് ഏതു ജീവിതത്തിൻ്റെയും ഭാഗമാകാൻ പറ്റും, അതിന് ഏത് രൂപത്തിലേക്കും മാറാൻ പറ്റും. പ്രിയമുള്ളവരെ, ഡിവൈൻ എംബോഡിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ വചനം പുസ്തകത്താളിലിരിക്കുകയല്ല, ഈ വചനം എൻ്റെ ബുദ്ധി കൊണ്ട് പഠിക്കുകയല്ല, ഈ വചനം എൻ്റെ രൂപത്തിലേക്ക് മാറുകയാണ്, ഞാനായിട്ട് മാറുകയാണ്. അതിനെയാണ് വചനം ജഡമായി തീർന്നു എന്ന് പറയുന്നത്. വചനം ഒരു ജഡത്തിൽ ഒതുങ്ങി, വചനം ജഡമായി തീർന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞാൻ ആദ്യം പറഞ്ഞു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. ചരിത്രത്തിൽ നിന്ന് ഒരു ഉദാഹരണം. ജപ്പാനിൽ ഒരു ബുദ്ധമത പുരോഹിതനുണ്ടായിരുന്നു. മിൻസുഷി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ബുദ്ധമത ഗ്രന്ഥങ്ങളെ ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തണം എന്നുള്ളതാണ്. ബുദ്ധമത ഗ്രന്ഥങ്ങളെ ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തണം. അതിനുള്ള പരിശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. പക്ഷേ ഇത് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കാനുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല.
അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഭിക്ഷ എടുക്കാൻ തുടങ്ങി. ഒരു ബുദ്ധ മതപുരോഹിതനാണ്. ഓരോ വീടുകളും കയറി ഇറങ്ങി ഒരു നാണയം തരുമോ, ഒരു നാണയം തരുമോ? അങ്ങനെ ആയിരക്കണക്കിന് വീടുകൾ കയറി ഇറങ്ങി അദ്ദേഹം 10,000 നാണയം ശേഖരിച്ചു. 10,000 നാണയം. ഒടുവിൽ ജാപ്പനീസ് ഭാഷയിലേക്ക് ബുദ്ധമത ഗ്രന്ഥങ്ങളെ വിവർത്തനം ചെയ്ത് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കങ്ങളും അദ്ദേഹം ആരംഭിച്ചു. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അത് പരിഭാഷപ്പെടുത്താൻ വേണ്ടി ഇരുന്നപ്പോൾ പെട്ടെന്ന് ജപ്പാനിൽ ഒരു ഭൂകമ്പമുണ്ടായി. അനേകർക്ക് വീട് നഷ്ടപ്പെട്ടു. ദുരന്തമുഖത്തായിരുന്ന അനേകരെ രക്ഷിക്കാൻ വേണ്ടി സന്നദ്ധരായിട്ടുള്ള അനേക പ്രവർത്തകർ, മനുഷ്യസ്നേഹികൾ രംഗത്ത് വന്നു. ഒടുവിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം ഈ മതഗ്രന്ഥങ്ങളെ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കാൻ വെച്ചിരുന്ന ഈ 10,000 പണം ഈ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി കൊടുത്തു. വീണ്ടും അടുത്ത കൊല്ലം ഈ ആഗ്രഹം മനസ്സിൽ കിടക്കുകയാണല്ലോ, അദ്ദേഹം വീണ്ടും ഇറങ്ങി എല്ലാവരോടും ഓരോ നാണയം അദ്ദേഹം ഇരന്ന് വാങ്ങി. അങ്ങനെ 10,000 നാണയം ശേഖരിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ആദ്യം പാളിപ്പോയ ആഗ്രഹം വീണ്ടും സാധിക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. അങ്ങനെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ പെട്ടെന്ന് ജപ്പാനിൽ വെള്ളപ്പൊക്കം വന്നു. വീണ്ടും അനേകർ കഷ്ടത്തിലായി. അനേകർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. മനുഷ്യസ്നേഹികൾ അനേകരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളിലായി. അവർക്ക് വേണ്ടി അദ്ദേഹം ശേഖരിച്ച് വച്ചിരുന്ന ആ 10,000 പണം അദ്ദേഹം കൊടുത്തു. വീണ്ടും മൂന്നാമത്തെ വർഷം അദ്ദേഹം വീണ്ടും ഇതുപോലെ നടന്ന് യാചിച്ച് 10,000 പണം ശേഖരിച്ചു. ഇക്കൊല്ലം വേറെ ദുരന്തങ്ങളൊന്നും ഭാഗ്യത്തിന് വന്നില്ല. അദ്ദേഹം ബുദ്ധമത ഗ്രന്ഥങ്ങളെ ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി അത് പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഇങ്ങനെയാണ്: ഈ പുസ്തകം ഈ വേദഗ്രന്ഥത്തിൻ്റെ 3ാമത്തെ പതിപ്പാണ്. 1ാമത്തെയും 2ാമത്തെയും പതിപ്പ് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് പുസ്തക രൂപത്തിലല്ല, സ്നേഹത്തിൻ്റെ കർമ്മങ്ങളായിട്ടാണ്. ഈ പുസ്തകം വേദഗ്രന്ഥത്തിൻ്റെ 3ാമത്തെ പതിപ്പാണ്. ആദ്യത്തെയും 2ാമത്തെയും പതിപ്പ് ആൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷെ അത് പുസ്തക രൂപത്തിലല്ല, പിന്നെ അത് സ്നേഹത്തിൻ്റെ കർമ്മങ്ങളായിട്ടാണ്. പ്രിയമുള്ളവരെ, ഇതിനെയാണ് വചനം എംബോഡിമെൻ്റ് എന്ന് പറയുന്നത്. വേർഡ് ഓഫ് ഗാഡ്, ഡിവൈൻ എംബോഡിമെൻ്റ് എന്ന് പറയുന്നത്, വചനത്തിൻ്റെ മൂർത്തീകരണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലിഖിതങ്ങളായി നമ്മുടെ കരങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ വചനം എൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ കർമ്മങ്ങളായി മാറുന്നു. ഇതിനെ ബൈബിൾ വചനം ജഡമായി തീർന്നു എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവിക അവബോധത്തിലും ദൈവിക ശുശ്രൂഷയിലും ജീവിച്ച് വചനം ജഡമായി തീർന്ന ആ ദിവ്യ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാക്കാൻ കർത്താവ് സഹായിക്കട്ടെ.